ഹായ് ഹലോ, ഇപ്പോൾ ഇത് ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ അശ്വിൻ്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ അവരുടെ അവർക്കുള്ളിലെ പ്രണയം ഇങ്ങനെ പൊട്ടി പുറത്തു വരുന്ന സമയത്തായിരുന്നു പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ നടക്കുകയും അങ്ങനെ അശ്വിൻ്റെയും ലാവണ്യയുടെയും വിവാഹം ഉറപ്പിക്കുകയും അതുപോലെ തന്നെ ശ്യാമിൻ്റെയും ശ്രുതിയുടെയും വിവാഹവും ഉറപ്പിച്ചു. അതിൻ്റെ കൂടെ തന്നെ വിവാഹ നിശ്ചയങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരിക്കലും അശ്വിന് ശ്രുതിയെ കിട്ടത്തില്ല, തിരിച്ചും ശ്രുതിക്ക് അശ്വിനെ കിട്ടത്തില്ല എന്നുള്ളൊരു ഒരു കാര്യം അവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. എന്നാൽ ഒരിക്കലും പരസ്പരം രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മറക്കാനോ ഒരിക്കലും സാധിക്കത്തില്ല. അവര് തമ്മിലുള്ള അശ്വിനും ശ്രുതിയും തമ്മിലുള്ള ആ ഒരു രംഗങ്ങളോ ഒന്നും അവർക്ക് ആർക്കും മറക്കാനായിട്ട് സാധിക്കത്തില്ല. ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും ശ്യാമിന്റെ ചതി പുറത്താകുമോ? ശ്യാമിന്റെയും അശ്വിന്റെയും ശ്യാമിന്റെ ചതി അശ്വിന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുമോ? ശ്രുതിയുടെയും ശ്യാമിന്റെയും വിവാഹം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതിനു മുന്നേ തന്നെ ശ്യാമിന്റെ ചതി ശ്രുതിക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുമോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ പ്രേക്ഷകരെ പോലെ എനിക്കുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും ഈ ഒരാഴ്ച ശ്രുതിയുടെയും അശ്വിന്റെയും ജീവിതത്തിലെ വളരെ വളരെ നിർണായക ഘട്ടമാണ്. ഈ ഒരാഴ്ചയോടുകൂടി ശ്യാമിന്റെ മുഖംമൂടി വലിച്ചു കീറാൻ വേണ്ടിയിട്ട് പോവാണ്. അതോടുകൂടി അശ്വിനും ശ്രുതിയും ഒന്നിക്കുമോ ഇല്ലയോ എന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ മുത്തശ്ശിയുടെയും അഞ്ജലിയുടെയും അവരെ വിളിച്ചത് പ്രകാരം ശ്രുതി അശ്വിന്റെ വീട്ടിലോട്ട് പോയി. പക്ഷേ ശ്രുതി വരുന്നത് അറിഞ്ഞ അശ്വിൻ ഭയങ്കര ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത്. അവൾ ഇവിടെ വരേണ്ട ആവശ്യം എന്താണ്? അവൾക്ക് ഇവിടെ എന്താണ് കാര്യം? ഇവിടെ വരേണ്ട ഒരു ആവശ്യവുമില്ല എന്നും അവളുടെ ജോലികളെല്ലാം കഴിഞ്ഞു. ഇവിടെ വരുന്നത് വീണ്ടും പൈസ തട്ടിയെടുക്കാനാണ്. അതുകൊണ്ട് അവൾക്ക് അവൾ ചെയ്ത ജോലികൾക്ക് ഇത്രയും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമ്മൾ അത്രയും സഹായിച്ചു, ഇനി ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, അവൾ അത്രക്കാരിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോരമ പറയുന്നത് പോലെ തന്നെ ശ്രുതിയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് അശ്വിനും ശ്രമിക്കുകയാണ്. അപ്പോൾ അവിടെ തടയാൻ വേണ്ടിയിട്ട് മുത്തശ്ശിയും അഞ്ജലിയും ശ്രമിച്ചുവെങ്കിലും ഒട്ടും സാധിച്ചില്ല. അങ്ങനെ ഇത്രയും പറഞ്ഞ് അശ്വിൻ പോകുന്നുണ്ടെങ്കിൽ പോലും ശ്രുതിയുടെ ആ ഒരു സാന്നിധ്യം അറിഞ്ഞപ്പോൾ, ശ്രുതിയുടെ മുഖം കണ്ടപ്പോൾ അശ്വിൻ പെട്ടെന്ന് എല്ലാം മറന്നു. അശ്വിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പ്രണയം പുറത്തായി. എന്നാൽ പെട്ടെന്ന് അശ്വിനും ശ്രുതിയും തമ്മിലുള്ള ആ ഒരു രംഗങ്ങളൊക്കെ ഓർക്കുകയും പിന്നെ തൻ്റെ ജീവിതത്തിൽ ഇനി പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ അശ്വിൻ വീണ്ടും ദേഷ്യപ്പെട്ടു പോവുകയാണ്. അതിൻ്റെ പേരിൽ പല കലഹങ്ങളും അവിടെ ഉണ്ടായി. അപ്പോൾ അശ്വിൻ ഇത്രത്തോളം രാമേട്ടനോട് ദേഷ്യപ്പെട്ടത് മനസ്സിലാക്കിയ ശ്രുതി തന്നോട് എന്തെങ്കിലും കാരണം കൊണ്ടാവാം, എന്തായാലും പോകുന്നതിന് മുന്നേ അശ്വിനോടും യാത്ര പറഞ്ഞിട്ട് പോകാം എന്ന് വിചാരിച്ചുകൊണ്ട് ശ്രുതി നേരെ അശ്വിൻ്റെ റൂമിലോട്ട് പോവുകയാണ്. പക്ഷേ അശ്വിൻ്റെ റൂമിലെത്തിയ ശ്രുതിക്ക് പ്രതീക്ഷിക്കാത്ത അനുഭവമാണ് നേരിടേണ്ടി വന്നത്. അവിടെ അശ്വിൻ ശ്രുതിയോട് പൊട്ടിത്തെറിച്ച് സംസാരിക്കുകയും എന്നിട്ട് പിടിച്ച് തള്ളാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും വീഴാൻ പോയി ശ്രുതി ഗ്ലാസ്സിൽ കൈകൊണ്ട് മുറിയുകയും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ടായി. അതിനുശേഷം എല്ലാം കഴിഞ്ഞ് ശ്രുതി തിരിച്ച് തന്റെ വീട്ടിലോട്ട് വരികയും വീട്ടിലോട്ട് വന്നതിന് ശേഷം ശ്രുതിയുടെയും ശ്യാമിന്റെയും ആ ഒരു വിവാഹ നിശ്ചയം ചെറുതായിട്ട് നടത്താൻ വേണ്ടിയിട്ട് രാധയും പ്രമീളയൊക്കെ ശ്രമിച്ചു. അപ്പോൾ അതിന്റെ മുന്നോടിയായിട്ട് വലിയ ആഡംബരമൊന്നുമില്ലാതെ അമ്മായിയും പിന്നെ പ്രമീളയും അശോകനും ശ്യാമും ശ്രുതിയും പിന്നെ പ്രീതിയും മാത്രമായിട്ട് ചെറിയൊരു എൻഗേജ്മെന്റ് ആയിട്ട് നടത്താനായിട്ട് അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ ശ്യാമും ശ്രുതിയും തമ്മിൽ അശോകന്റെ മുന്നിൽ വെച്ച് മോതിരങ്ങൾ കൈമാറിയതിനു ശേഷം ശ്രുതിയുടെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ടും ശ്രുതിയുടെ മനസ്സിൽ കയറിപ്പറ്റാൻ വേണ്ടിയിട്ടെല്ലാം ശ്യാം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രതീക്ഷിക്കാത്ത നിമിഷത്തായിരുന്നു ശ്യാമിന്റെ ജീവിതത്തിൽ ആ ഒരു സംഭവം ഉണ്ടാകുന്നത്. അതുമാത്രമല്ല ശ്രുതിയുടെ മനസ്സിൽ കയറിപ്പറ്റാൻ വേണ്ടിയിട്ടും ശ്രുതിയുടെ ആ ഒരു മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ ശ്യാം ശ്രമിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അവിടെ പോയി അഞ്ജലിയെ സ്നേഹിക്കാനും അഞ്ജലിയുടെ മനസ്സ് മാറ്റാനും അഞ്ജലിയും ശ്രുതിയും പരസ്പരം കണ്ടുമുട്ടാതിരിക്കാൻ വേണ്ടിയിട്ടും ശ്യാം ശ്രമിക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ശ്രുതി ഒരിക്കലും അശ്വിന്റെ വീട്ടിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടും ശ്യാം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്തൊക്കെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.